സുഭാഷിന്റെ ആ ഒരു നന്മേഷ് സ്വഭാവം എവിടെ നിൽക്കുന്നു? അതെ, ആ സ്വഭാവം അതേപോലെ തന്നെ നിൽക്കുകയാണ്. ആ അപ്പോ ഇപ്പൊ ഇവര് ലൊക്കേഷൻ മാറി. ഉം. അതായത് ഭരതൻ നായരുടെ മരണത്തിന് ശേഷം ഉം. ഈ കുടുംബം ഇപ്പൊ ശ്രീകണ്ഠാപുരത്തേക്ക് മാറിയിരിക്കുകയാണ്, ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഉം. ഞാൻ സുഭാഷേട്ടനെ സംസാരിക്കട്ടെ. ആ. ആ. അപ്പോ ശ്രീകണ്ഠാപുരത്ത് ശശിയേട്ടനെ എന്നും പിന്തുടരുന്ന, ശശിയേട്ടന്റെ ജീവിതത്തിൽ ഒരിക്കലും തീരാത്ത ആ. പുതിയ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്രയാണല്ലോ ശശിയേട്ടന്റെ ഉം. ജീവിതം. ആ. 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 അപ്പൊ ഒരു പുതിയൊരു പ്രശ്നം വരികയും ആ. ആ പ്രശ്നത്തിൽ ഇടപെടാനും സുഭാഷ് അവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ കണ്ടിന്യൂഷൻ. ഉം. 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 അപ്പോൾ ആക്ച്വലി ഡേ വൈസ് ഈ ഭരതനാട്യം സിനിമ അവസാനിക്കുന്ന അന്ന് തൊട്ടിട്ട് ഒരു 40 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ കഥ, മോഹിനിയാട്ടത്തിന്റെ കഥ തുടങ്ങുന്നു. ഒരു 40 ഡേയ്സിന്റെ ഗ്യാപ്പ്, 40 ഡേയ്സിന്റെ ഉള്ളില്, ഒരു 40 ഡേയ്സിനുള്ളിലാണ് ആ. അടുത്ത കഥ. അതായത് ഭരതനാട്യം ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ്, ഉം. ആ ഒരു കൊല്ലത്തിന് ശേഷം 40 ദിവസത്തെ കണ്ടിന്യൂറ്റിയിൽ പോകേണ്ടി വന്നു. എന്തോ പോയതല്ലേ നമ്മൾ പോയതിന് അതേ കണ്ടിന്യൂറ്റിയിൽ എല്ലാരെയും നമുക്ക് രൂപങ്ങൾ അതുപോലെ അതുപോലെ കിട്ടി, മാച്ചായി കിട്ടി. അല്ലേ, അതൊരു വേറൊരു ഫാക്ടറാണ്.